ടി ജി വി ഡി സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. എനിക്ക് തോന്നുന്നത് 15 വർഷമായി ഒരു കോൺഗ്രസിൻ്റെ സത്യപ്രതിജ്ഞ കണ്ടിട്ട്. 10 വർഷമായി സർക്കാർ വന്നിട്ട് UDF ഒരു സർക്കാർ അധികാരമേറ്റിരിക്കുകയാണ്. അപ്പോൾ വന്ദേമാതരം മുഴുവൻ ചൊല്ലി അതിൻ്റെ ഒരു വിവാദം ഒരു സൈഡ് നടക്കുന്നുണ്ട്. പിന്നെ വടശ്ശേരി ദാമോദര മേനോൻ മകൻ സതീശൻ എന്നുള്ളത് പറഞ്ഞു, അതിൻ്റെ പേരിലൊരു വിവാദം വേറെയുണ്ട്. അങ്ങനെ വിവാദങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ പ്രാതിനിധ്യം എത്ര പേർ കൊടുത്തില്ല, ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ പുതിയ മന്ത്രിസഭയെപ്പറ്റി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഈ വിവാദങ്ങളെപ്പറ്റി തോന്നുന്നു? ഇതൊക്കെ ഈ UDF അധികാരത്തിൽ വരുമ്പോൾ മാത്രം ഉണ്ടാകുന്ന വിവാദങ്ങളാണ്. LDFൻ്റെ സർക്കാരിൽ എത്ര പ്രാതിനിധ്യം, എത്ര ജാതി, എത്ര മതം, അതാരും ചോദിക്കാറില്ല. ഒരു മന്ത്രിസഭയിൽ CPIക്ക് 4 മന്ത്രിമാരുണ്ടായിരുന്നു. LDFൽ 4 ഈഴവരായിരുന്നു. ആരും ചോദിച്ചില്ല. അതെന്താ എല്ലാം കൂടെ ഈഴവർക്ക് കൊടുത്തൊന്നും ആരും ചോദിക്കും. അവരോട് ആരും ചോദിക്കാറില്ല. അത് ടേക്കൺ ഫോർ ഗ്രാൻഡഡാണ്. അവർ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. അവരധികാരത്തിൽ വരുമ്പോൾ സഭകളും ഒന്നും പ്രത്യേകിച്ചൊന്നും മിണ്ടാറൊന്നുമില്ല. എന്നാൽ അവർ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ അവരും ഇതിലൊക്കെ ഒരു കണ്ണ് വെച്ചിട്ടൊക്കെയാണ് ചെയ്യാറുള്ളത്. ബട്ട് പൊതുവേ അവരെ അങ്ങനെ ഓഡിറ്റിന് വിധേയരാക്കാറില്ല. ഇവരുടെ ഗതികേട് ഇവരെ എല്ലാവരും കൂടെ ഓഡിറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ മീഡിയ പേടിപ്പിച്ചാൽ പേടിക്കുന്ന ടീമാണ് UDF. മീഡിയയോട് പോടാ പുല്ല് എന്ന് പറയുന്ന ടീമാണ് LDF. അതുകൊണ്ട് വിനു വി ജോൺ തന്നെ സതീശനെ പ്രൊബേഷന് നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വീഡിയോ ഞങ്ങളിലുണ്ട്, അതൊക്കെ ഞങ്ങൾ ചോദിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു തരത്തിൽ ഒരു ഭീഷണി. അവരാണ് സതീശനെ ജയിപ്പിച്ചതും മുഖ്യമന്ത്രിയാക്കിയതും. കുറേ അധികം അവർ പണിയെടുത്ത് കിട്ടാം. ഏഷ്യാനെറ്റ് വല്ലാതെ വേർത്തു സതീശനെ മുഖ്യമന്ത്രിയാക്കി കിട്ടാൻ. പക്ഷേ സതീശൻ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞിട്ട് സതീശൻ പണ്ട് പറഞ്ഞ കാര്യം, ഈ സാമുദായിക നേതാക്കളുടെ തിണ്ണ നിരങ്ങില്ല എന്ന് പറഞ്ഞ കാര്യം, അത് തന്നെ ചെയ്യേണ്ടി വന്നു. ഗതികേട് കൊണ്ടാണ്. അല്ലെങ്കിൽ ആ സന്ധ്യയ്ക്ക് ലത്തീൻ സഭയുടെ ആസ്ഥാനത്തേക്ക് ഓടി പോകേണ്ട കാര്യം സതീശനില്ല. സതീശൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ പറയും. ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾ എടുത്ത് കാണിച്ചാൽ പറയും ഞാനത് ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞതെന്നും കൂടെ നിങ്ങൾ നോക്കണം എന്നൊക്കെ പറയും. അതാണ് രാഷ്ട്രീയത്തിലെ സ്ഥിരം നമ്പറുകളാണ് ഇതൊക്കെ. എൻ്റെ പ്രസംഗം വളച്ചൊടിച്ചതാണ്, സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തതാണ്, അങ്ങനൊരു പ്രയോഗം. അതിങ്ങനെ ഫിറ്റായിട്ടിരിക്കുന്നു. നമ്മൾ ബുദ്ധിമുട്ടി അത് അടർത്തി അങ്ങോട്ട് എടുത്തിട്ട് പുള്ളിയെ ചീത്തയാക്കുന്നു. വാസ്തവത്തിൽ ലത്തീൻ സഭ വരട്ടിയപ്പോൾ സതീശൻ വരണ്ടു. എന്തിന് വരണ്ടു എന്ന് എനിക്കറിഞ്ഞുകൂടാ. 102 സീറ്റൊക്കെ ഉള്ളൊരു മുഖ്യമന്ത്രി ഇത്ര പെട്ടെന്ന് വരണ്ടു പോകും. ലത്തീൻ സഭ എന്ത് ചെയ്യാനാണ്? മന്ത്രിസഭയെ ഉരുട്ടിയിടാൻ പറ്റുമോ? അവർ വിചാരിച്ചാൽ നടക്കില്ല. പക്ഷേ എന്തോ കൊടുക്കൽ വാങ്ങലുകളൊക്കെ നേരത്തെ വാഗ്ദാനങ്ങളൊക്കെ ചെയ്തിരിക്കാം, അത് പാലിച്ചില്ല, അത് ഞങ്ങൾ പുറത്ത് പറയും, ഇങ്ങനെയൊക്കെയുള്ള ബ്ലാക്ക് മെയിൽ നടന്നിരിക്കാം. കാരണം ഇദ്ദേഹം പോയതിന് പിന്നാലെ കെ മുരളീധരനും CP ജോണും പോയി. CP ജോൺ വലിയ ആദർശവാനായ ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ ഈ 3 പേരും അവിടെ ചെന്നപ്പോൾ തിണ്ണ നിരങ്ങാന്ന് ചോദിച്ചത് തിണ്ണയില്ല. ഈ ബിഷപ്പിൻ്റെ കൊട്ടാരം, ബിഷപ്സ് പാലസ് ആണല്ലോ, അതിനിപ്പോൾ തിണ്ണയൊന്നുമില്ല. അതൊക്കെ ആധുനികവൽക്കരിച്ച് അങ്ങനെ തിണ്ണയിൽ നിരങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അകത്ത് സ്വീകരണ മുറിയിലാണ് നിരങ്ങിയത് ഇവർ. എന്തിനാണ് ഇവരവിടെ പോയത്? മുരളീധരനോട് ചോദിച്ചപ്പോൾ മുരളീധരൻ പറയുകയാണ് അത് പതിവ് സന്ദർശനമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ കെ മുരളീധരൻ പതിവായിട്ട് ഈ ലത്തീൻ സഭയുടെ അവിടെ പോയി കൈമുത്തിയിട്ടാണ് പച്ചവെള്ളം കുടിക്കുന്നത് എന്നാദ്യമായിട്ടാണ് ഞാൻ അറിയുന്നത്. ഇങ്ങനെ ഒരു പതിവ്. CP ജോണും CP ജോൺ ഈ പറഞ്ഞതിലൊന്നും പെടാത്ത ആളാണ്, ദൈവവിശ്വാസമില്ല. അതിപ്പം നല്ല കമ്മ്യൂണിസ്റ്റ് പക്വതയുള്ള മനുഷ്യൻ. പക്ഷേ അദ്ദേഹത്തിനും പോകേണ്ടി വന്നു. കാരണം ലത്തീൻകാരുടെ വോട്ട് കൊണ്ടാണ് CP ജോൺ ജയിച്ചിരിക്കുന്നത്. അവരെ കണ്ടിട്ടുണ്ട്, അവർക്ക് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്, അവരുടെ ഔദാര്യത്തിൽ ജയിച്ച ആളാണ്. അപ്പോൾ പിന്നെ പോകാതിരിക്കാൻ പറ്റുമോ? ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെയാണ് വി ഡി സതീശൻ സാമുദായിക നേതാക്കളുടെ അവിടെ പോവില്ല. ഈ പോവില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിയുടെ മനസ്സിൽ 2 സമുദായ നേതാക്കളേ ഉള്ളൂ.
ഒന്ന് സുകുമാരൻ നായരും മറ്റൊന്ന് വെള്ളാപ്പള്ളിയും. ഇവരുടെ അടുത്ത് പോകില്ല എന്ന് മാത്രമേ പുള്ളി ഉദ്ദേശിച്ചുള്ളൂ. ബാക്കിയൊക്കെ മതേതര പോക്കാണ്. മതേതരത്വം തകരാറിലാകുന്നത് ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ പോയി കാണുമ്പോഴാണ്. ബാക്കിയുള്ള സമുദായങ്ങൾക്ക് നേതാക്കളും ഇല്ല, സംഘടനയില്ല, ഒന്നുമില്ല. ആരും കാണാറുമില്ല, മൈൻഡ് ചെയ്യാറില്ല. ഇപ്പോൾ സതീശൻ പറയുന്നത് ശിവഗിരിയിലെ സ്വാമിമാർ എന്നെ വന്ന് കണ്ടു. ഞാൻ പോയി കണ്ടു എന്നല്ല, അവരെന്നെ വന്ന് കണ്ടു. ലത്തീൻ സഭയിലോ ഞാൻ പോയി കണ്ടു. എന്താ അവർക്ക് വന്ന് കണ്ടുകൂടെ? അവർക്കൊരാവശ്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി കാണാമല്ലോ, വന്ന് കാണാമല്ലോ. വരാൻ അവർ തയ്യാറല്ല, വരുത്തിക്കും അവർ. ഇപ്പോൾ ഇത്ര ദയനീയമായിട്ട് ഒരു സ്റ്റാൻഡേർഡ് UDF, ഇതിനു മുമ്പ് കണ്ട UDF മന്ത്രിസഭ പോലത്തെ ഒരു മന്ത്രിസഭയായിരിക്കും ഇത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും ഈ മന്ത്രിസഭയ്ക്ക് ചെയ്യാൻ പറ്റില്ല. എ പാക്ക് ഓഫ് കോൺട്രഡിക്ഷൻസ്, പലവിധ താല്പര്യങ്ങൾ, മത താല്പര്യങ്ങൾ, ജാതി താല്പര്യങ്ങൾ ഇല്ലതാനും. ജാതിയുള്ളത് ഹിന്ദു മതത്തിലാണല്ലോ. ഈഴവൻ്റെ താല്പര്യത്തിനോ നായരുടെയോ പുലയൻ്റെയോ പറയൻ്റെയോ ഉള്ളാടൻ്റെയോ താല്പര്യത്തിന് ആരെങ്കിലും ഈ മന്ത്രിസഭയിൽ ഒരു പ്രാധാന്യം കൊടുത്തിട്ട് ഒരു ലോബി കളിച്ച് അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ? ഇല്ല. എല്ലാം ചെയ്യാൻ പോകുന്നത് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും വേണ്ടിയിട്ടാണ്. ഈ ഫിഷറീസ് വകുപ്പിനെ ചൊല്ലിയുള്ള വാഗ്വാദത്തിൻ്റെ ഉള്ളിലെന്താണ്? കടപ്പുറത്ത്, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ആരാണ് പ്രബല കക്ഷി എന്നുള്ള ഒരു ടഗ് ഓഫ് വാർ മാനസികമായിട്ട് അത് നിലവിലുണ്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ. അതുകൊണ്ടാണ് നിരന്തരം അവിടെ സംഘർഷം ഉണ്ടാകുന്നത്. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത മതേതരത്വം കേരളത്തിൽ പൂത്തുലയുന്നത് കടപ്പുറത്താണ്. ABC എന്ന് പറഞ്ഞിട്ട് 3 ആക്കി കടപ്പുറം തിരിച്ചിട്ടുണ്ട്. ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും. കുറച്ച് ഹിന്ദുക്കളും ഉണ്ട് കേട്ടോ, അവർക്ക് വലിയ ശക്തിയില്ലെന്നേ ഉള്ളൂ, ഉണ്ട്. ഈ 3 പ്ലോട്ടായിട്ട് കടപ്പുറം തിരിച്ചിട്ട് ഇടയ്ക്ക് നോമാൻസ് ലാൻഡാണ്. ഒരു 50 അടിയോളം നോമാൻസ് ലാൻഡ്. അവിടെ ആരും വലയുണക്കാനോ പിടിക്കാനോ ഒന്നും പാടില്ല. ബഫർ സോണാണ്. അവരവരുടെ സ്ഥലത്ത് വേണം അവർ ഈ വള്ളം ഇറക്കാനും തിരിച്ച് കയറ്റാനും ഒക്കെ. ഇത്ര വലിയ മതേതരത്വം വേറെ ഒരു സ്ഥലത്ത് ഇന്ത്യയിലില്ല. എന്നിട്ട് നമ്മളുടെ പൊങ്ങച്ചത്തിന് വാചകം, ഇത് ഞാൻ ഇപ്പോഴത്തെ കാര്യം പറയുകയില്ല, വർഷങ്ങൾക്ക് മുമ്പ് കേരള ശബ്ദം വീക്കിലി മാത്രമാണ് അത് എഴുതാൻ ധൈര്യം കാണിച്ചവർ. അവർ പറഞ്ഞു നമ്മൾ ഈ കാണിക്കുന്നത് മുഴുവൻ പൊങ്ങച്ചമാണ്, പൂക്കൃത്തമാണ്. ഇറ്റ് ഈസ് നോട്ട് ദ ഫാക്റ്റ്. കടപ്പുറം വീതിച്ചിരിക്കുന്നു, അതിനിടയ്ക്ക് നോമാൻസ് ലാൻഡ് വെച്ചിട്ടാണ് നിയന്ത്രണം നടത്തുന്നത്. എന്നിട്ട് അവിടെ സംഘർഷം നടക്കും. അത് ഈ കൊല്ലം വരെയുണ്ട്, കൊല്ലം, തങ്കശ്ശേരി, കടപ്പുറം ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഒരു വിഭാഗം ആളുകൾ മറ്റൊരു വിഭാഗം ആളുകളുമായിട്ട് ഏറ്റുമുട്ടി, പോലീസ് ലാത്തിച്ചാർജ് ചെയ്തു, ആകാശത്തേക്ക് വെടിവെച്ചു. ഏതാ ഈ വിഭാഗങ്ങൾ എന്ന് പത്രങ്ങൾ പറയില്ല, ചാനലും പറയില്ല. അതൊരു മോശമല്ലേ? അപ്പോൾ അതിന് ഒരു എളുപ്പ വഴി മനോരമ കണ്ടുപിടിച്ചു. ഒരു വിഭാഗം ആളുകൾ മറ്റൊരു വിഭാഗം ആളുകളുമായിട്ട് ഏറ്റുമുട്ടി, പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു, ലത്തീൻ സഭ പ്രതിഷേധിച്ചു, മഹല്ല് കമ്മിറ്റിയുടെ ഹർത്താൽ. ഇപ്പോൾ ആൾക്കാർ മനസ്സിലായില്ലേ ഏത് വിഭാഗങ്ങൾ തമ്മിലാണ്. എന്നാൽ മനോരമ എന്തെങ്കിലും കുഴപ്പം കാണിച്ചിട്ടുണ്ടോ? ഇല്ല. ലത്തീൻ സഭ പ്രതിഷേധിച്ചിട്ടുണ്ടോ? ഉണ്ട്. അവരുടെ പ്രതിഷേധക്കുറിപ്പ് ഇറങ്ങിയിട്ടുണ്ട്, പത്രക്കുറിപ്പ്. മഹല്ല് കമ്മിറ്റി ഹർത്താലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മനോരമ എഴുതിയത് സത്യമാണ്. ബട്ട് മനോരമ ഭംഗ്യന്തരേണ ആളുകളെ അറിയിച്ചു ഇതാണ് അവിടുത്തെ പ്രശ്നം. അപ്പോൾ ഇങ്ങനെയൊക്കെ അപഹാസ്യമായ രീതിയിൽ മൂടി വയ്ക്കുകയും ഭംഗിവാക്കുകൊണ്ട് പൊതിഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യുന്ന അധപ്പതിച്ച ഒരു മതേതര സംവിധാനമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ വേറെ എങ്ങും ഇത് കാണാൻ പറ്റില്ല. അപ്പം അതിന് സതീശന് വഴങ്ങുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. സതീശന് എന്താ കൊമ്പുണ്ടോ? ഇല്ലല്ലോ. ഒരു സാധാരണ കോൺഗ്രസ്സുകാരന് അതിനകത്ത് ഇത്തവണ പയറ്റൊക്കെ പയറ്റി കഴിഞ്ഞപ്പോൾ അത് VD സതീശന് അനുകൂലമായിട്ട് കാറ്റ് വീശി പുള്ളി ആയി. അതിൻ്റെ തന്നെ ഫൂളിഷ്നെസ് എനിക്ക് അത്ഭുതം തോന്നുന്നു. അത് നമ്മളുടെ ദേശീയ ചാനലുകളെന്ന് പറയുന്ന ഇംഗ്ലീഷ്, ഹിന്ദി ചാനലുകളും ഒക്കെ പറയുന്നുണ്ട്. മുസ്ലിം ലീഗ് ഒരു വിരട്ടി പ്രിയങ്ക ഗാന്ധി ഇനി വയനാട്ടിൽ തിരിഞ്ഞു നോക്കണ്ട, ഞങ്ങൾ തോപ്പിക്കും. അത് ഇംഗ്ലീഷിൽ പോസ്റ്ററാക്കി അവർ വയനാട്ടിൽ ഒട്ടിച്ചു, ഡൽഹിയിൽ ഒട്ടിച്ചു, അത് സോഷ്യൽ മീഡിയയിലിട്ടു. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ഭയന്നു പോയി. ലാസ്റ്റ് മിനിറ്റിൽ പ്രിയങ്ക ഗാന്ധി ഇടപെട്ടിട്ടാണ്
മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണം. ഈ ഇക്വേഷൻ എല്ലാവരും സമ്മതിച്ചിരിക്കുന്നു, വിശ്വസിച്ചിരിക്കുന്നു. സാഹചര്യം നോക്കിയാൽ അത് ശരിയാണ് തന്നെ. ലാസ്റ്റ് മിനിറ്റിലാണ് പ്രിയങ്ക ഗാന്ധി ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത്. പക്ഷേ വായിച്ചത്ത് സത്യസന്ധമായിട്ട് ആലോചിച്ച് നോക്കുക, പ്രിയങ്ക ഗാന്ധിക്ക് ജയിക്കാൻ പറ്റിയ വേറെ ഒരു മണ്ഡലം കേരളത്തിലില്ലേ? തിരുവനന്തപുരത്ത് പുഷ്പം പോലെ ലോക്സഭാ സീറ്റ് ജയിച്ചുകൊണ്ട് പോകും പ്രിയങ്ക ഗാന്ധി. തിരുവനന്തപുരത്ത് ജയിക്കും, കൊല്ലം എനിക്ക് സംശയമാണ്, പത്തനംതിട്ട എനിക്ക് ഉറപ്പാണ് അവർ ജയിക്കും, ആലപ്പുഴ എനിക്ക് ഉറപ്പാണ് അവർ ജയിക്കും, കോട്ടയം അവർ ജയിക്കും, തൃശ്ശൂർ അവർ ജയിക്കും. 5 നിയോജകമണ്ഡലമായി. ഇനി ബാക്കിയുള്ളത് നോക്കിയാൽ മതി. ഈ പ്രിയങ്ക ഗാന്ധിക്ക് ജയിക്കാൻ കേരളത്തിൽ നിറയെ നിയോജകമണ്ഡലങ്ങളുണ്ട്. നമ്പർ 2, മുസ്ലിം ലീഗ് അവരെ തോൽപ്പിക്കുമെന്നുള്ള പേടി. മുസ്ലിം ലീഗ് വിചാരിച്ചാൽ പോലും അവരെ തോൽപ്പിക്കാൻ സാധ്യതയില്ല. മുസ്ലിങ്ങൾ പ്രിയങ്ക ഗാന്ധിക്കെതിരായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നു. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. ആദ്യമായിട്ട് മുസ്ലിം ലീഗ് പരാജയത്തിൻ്റെ രുചി അറിയും. പാണക്കാട് നിന്നുള്ള ഫത്വ നടക്കുന്നില്ല എന്ന് മനസ്സിലാവും. അതാണ് ആ സ്ത്രീയുടെ റേഞ്ച്. ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ചിലപ്പോൾ ഇത് ശരിയായെന്ന് വരാം. രാഹുൽ ഗാന്ധി അത്രയ്ക്ക് അക്സെപ്റ്റബിൾ അല്ല ജനങ്ങളിലേക്ക്. ബട്ട് പ്രിയങ്ക ഗാന്ധിക്ക് അക്സെപ്റ്റൻസ് കൂടുതലാണ്. രാഹുൽ ഗാന്ധി ചേട്ടനായതുകൊണ്ടും പുള്ളിയുടെ പിടിവാശി കൊണ്ടും ഒക്കെ പുള്ളി കോൺഗ്രസ്സിലും നമ്പർ 1 ആയിട്ട് നിൽക്കുന്നു. കോൺഗ്രസ്സുകാർ പോലും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പ്രിയങ്ക ഗാന്ധി. ആ പ്രിയങ്ക ഗാന്ധിയെ തോൽപ്പിക്കുമെന്ന് ഭയന്നിട്ട് അവരൊരു പക്ഷേ വിശ്വസിച്ച് കാണും. ഇനി കേരളത്തിൽ മത്സരിച്ചില്ലെങ്കിൽ അവർക്കെന്താ വേറെ മത്സരിക്കാൻ സ്ഥലമില്ലേ? കർണാടകത്തിലില്ലേ? അവരുടെ ഇന്ദിരാഗാന്ധി വന്ന് മത്സരിച്ചത് എവിടെയാണ്? വടക്കേ ഇന്ത്യ മുഴുവൻ തോറ്റു കഴിഞ്ഞ് അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ അവർ വന്ന് മത്സരിച്ചത് കർണാടകത്തിലെ ചിക്കമംഗ്ലൂരാണ്. സോണിയാഗാന്ധി മത്സരിച്ചത് ബെല്ലാരിയാണ്. കർണാടകത്തിൽ കോൺഗ്രസിൻ്റെ സ്ട്രോങ് ഹോൾഡ്സ് ഉണ്ടെന്നേ ലോക്സഭയിൽ. അവർ ഒരു തവണ വയനാട് വന്നു പോയി എന്ന് വിചാരിച്ചിട്ട് വയനാടില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ. ഇതൊക്കെ ആരെ ഈ ബുദ്ധിയൊക്കെ ഇവരുടെ തലയിൽ പറഞ്ഞു കൊടുത്തത്? മൊത്തത്തിൽ കോൺഗ്രസിൻ്റെ ആ മുഖ്യമന്ത്രി ചർച്ച തന്നെ ഒരു തരം ഫേക്ക് നരേറ്റീവിൻ്റെ പുറത്തായിപ്പോയി. ഇപ്പോൾ സോഷ്യൽ മീഡിയ നരേറ്റീവിൻ്റെ പുറത്താണ് സതീശനും പൂക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാട്ട് എ ചീപ്പ് തിങ് ഫോർ എ ചീഫ് മിനിസ്റ്റർ ടു ഡു. ശരി, സോഷ്യൽ മീഡിയ യങ് ജനറേഷൻ അത് ആഘോഷിക്കുന്നുണ്ടാവും. പക്ഷേ അതൊക്കെ ഒരു മുഖ്യമന്ത്രിക്കുള്ള സർട്ടിഫിക്കറ്റായിട്ട് മുഖ്യമന്ത്രി തെറ്റിദ്ധരിക്കരുത്. ഈ വോട്ടേഴ്സ് മുഴുവൻ ജെൻസി ഒന്നുമല്ല. ജെൻസി വോട്ടർമാർ എത്ര പേരുണ്ട്? അവരെത്ര പേര് വോട്ട് ചെയ്തിട്ടുണ്ട്? എത്ര പേര് കേരളത്തിന് ഉള്ളിലുണ്ട്? ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ക്രൗഡൊക്കെ കേരളത്തിന് ഉള്ളിലുള്ളവരാണ്. ഇതൊക്കെ വലിയ പ്രശ്നം. ഈ ഓപ്റ്റിക്സ് വെച്ചാണ് പിണറായി വിജയനെ തോൽപ്പിച്ചത്. പിണറായി വിജയൻ്റെ പാർട്ടിയിൽ നടക്കുന്നത് നോക്കുക. അവരെ എല്ലാവരുടെയും പരാതി എന്താ? പിണറായി വിജയൻ്റെ ധാർഷ്ട്യം. ഇപ്പോൾ പിണറായി വിജയൻ്റെ മറുപടി ഏതെങ്കിലും ഒരു ദിവസം വരും. അതിൽ പിണറായി വിജയൻ പറയും, ശരി, തോറ്റതിൻ്റെ കാരണങ്ങൾ 1 എൻ്റെ ധാർഷ്ട്യം. അടുത്തതെന്താ? അല്ല, അത് ആ ഇരിപ്പ് ശരിയല്ല. ശരി, അത് ധാർഷ്ട്യത്തിൽ പെടുന്നതാണല്ലോ. അല്ല, പത്രക്കാരോട് വളരെ റഫായിട്ട് പെരുമാറുന്നു, അതൊക്കെ ധാർഷ്ട്യത്തിൽ പെടുന്നതാണല്ലോ. വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയാം, അത് ധാർഷ്ട്യമാണല്ലോ. അത് അടുത്ത കാര്യം പറ. ഇല്ല. എനിക്ക് അത്ഭുതം തോന്നുന്നു. CPM-നുള്ളിൽ നടക്കുന്ന ചർച്ചയിൽ മുഴുവൻ ഓപ്റ്റിക്സാണ് വിഷയം. പിണറായി വിജയൻ്റെ നടപ്പ് ശരിയായില്ല, MV ഗോവിന്ദൻ കണ്ണാടി നോക്കണമെന്ന് മകൻ പറഞ്ഞു, മുടി ഡൈ ചെയ്തതിൽ എവറിത്തിങ് ഈസ് ഓപ്റ്റിക്സ്. കാഴ്ച പിണറായി വിജയൻ്റെ നയം, നിലപാട്, അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ പോരായ്മ, ഇതൊക്കെ കൊണ്ട് കേരളത്തിന് ഇത്ര ദോഷം വന്നു, അതൊന്നും പാർട്ടി ശ്രദ്ധിച്ചില്ല. ഇതല്ലേ ഒരു കുറ്റാരോപണമായിട്ട് പറയേണ്ടത്. അല്ലാതെ പിണറായി വിജയൻ നടക്കുമ്പോൾ ഒരു ഗുമ്മില്ല എന്നൊക്കെ പറയുന്നത്. ഗുമ്മില്ലായിരിക്കാം, 19 വയസ്സായ മനുഷ്യനാണ്, എന്ത് ഗുമ്മുണ്ടാകാനാ ഇനി? ഇപ്പുറത്ത് VD സതീശൻ്റെ പേരിലും പൂക്കി പീക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണ് നടക്കുന്നത്. ആരും കാര്യമായ കാര്യങ്ങളെ കാണുന്നില്ല. ഇപ്പോൾ ഒരു തീരുമാനം ഞാൻ പറയാം, കേരളയിൽ ക്യാൻസൽ ചെയ്തു, അതിൻ്റെ വിജ്ഞാപനം റദ്ദാക്കി. യെസ്, അതൊരു തീരുമാനമാണ്. ശരിയോ തെറ്റോ ആയിക്കോട്ടെ, ഒരു തീരുമാനമാണ്. എന്നാൽ ഇതുപോലെയാണ് ആലപ്പുഴ MLA തല്ലിയ കേസ്. അതിന് പുനരന്വേഷണം. ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. എൻ്റെ വായത്ത് എന്തന്വേഷിക്കാനാണ് അതിൽ?
ഒരാൾ വേറൊരാളെ അടിക്കുന്നു. നമ്മൾ വീഡിയോയിൽ കണ്ടു, സാക്ഷികളും ഉണ്ട്, മറ്റ് പോലീസുകാർ വായി നോക്കി നിൽപ്പുണ്ട്. വാദിയുണ്ട്, പ്രതിയുണ്ട്, സാക്ഷിയുണ്ട്. നിങ്ങൾ പ്രതിയെ ചുമ്മാ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ. പുനരന്വേഷണം എന്തന്വേഷിക്കാൻ? ഇറ്റ് ഈസ് ദെയർ ഫോർ യു ടു സീ. എവരിബഡി ഹാവ് സീൻ ദാറ്റ്. എന്നിട്ട് നിങ്ങൾ അന്വേഷിക്കാൻ പോകുന്നു. അതിനർത്ഥം നിങ്ങൾക്ക് അതിൽ വലിയ ആത്മാർത്ഥമൊന്നുമില്ല. അതങ്ങനെ ഉഴപ്പി കൊണ്ടുപോകും. എന്നിട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് വന്ന് കുറ്റപത്രം സമർപ്പിച്ചു, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോവുക. അതിൽ ആത്മാർത്ഥതയില്ല. അതല്ലെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സെക്കൻഡ് വെച്ച് ആ ഗൺമാനെ അറസ്റ്റ് ചെയ്തിട്ട് മജിസ്ട്രേറ്റ് അടുത്ത് കൊണ്ടുപോയിട്ട് റിമാൻഡ് ചെയ്യാം. എല്ലാവരും കണ്ടതാണ്, വീഡിയോയുള്ളതാണ്. ബട്ട് അത് പിണറായി വിജയൻ ഓബ്വിയസ്ലി ചെയ്തില്ല, അങ്ങേരുടെ ആളായതുകൊണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ എന്താ തടസ്സം? അവിടെയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ റോൾ. ഈ നമ്മളുടെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് PC മോഹനൻ മാസ്റ്ററിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആഭ്യന്തരമന്ത്രിയെ മാറ്റി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാറ്റി രമേശ് ചെന്നിത്തല വെച്ചു. ആ രമേശ് ചെന്നിത്തലയാണ് ഇപ്പോഴും ആഭ്യന്തരമന്ത്രി. കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ INTUC നേതാവ് ചന്ദ്രശേഖരൻ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുത്തിട്ടില്ല. CBI അന്വേഷണം കഴിഞ്ഞ് നിൽക്കുക. കുറ്റപത്രം കൊടുക്കാൻ പ്രോസിക്യൂഷൻ സാങ്ഷൻ വേണം. അതൊരു ഫോർമാലിറ്റി മാത്രമാണ്. ചുമ്മാ സാങ്ഷൻ കൊടുത്താൽ മതി. കൊടുത്തില്ല പിണറായി വിജയൻ. കോൺഗ്രസ്സുകാരനാണ് ചന്ദ്രശേഖരൻ. പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാത്തത് പിണറായി വിജയൻ. ഇനിയിപ്പോൾ സതീശൻ വന്നു. സതീശൻ കൊടുക്കുമോ പ്രോസിക്യൂഷൻ സാങ്ഷൻ? ഇല്ല. ഈ LDF UDF അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. നിർഭാഗ്യവശാൽ BJP ഇത് ചൂണ്ടിക്കാണിക്കാറില്ല. ചന്ദ്രശേഖരൻ്റെ അടുത്ത് വന്നു കഴിയുമ്പോൾ BJP ഒന്നും പറയാറില്ല. അതിപ്പോൾ കോർട്ടിലക്ഷ്യ കേസായിട്ട് ഇത് പ്രിൻസിപ്പൽ സെക്രട്ടറി ഹാജരാകാൻ പറഞ്ഞിരിക്കുകയാണ് മുഹമ്മദ് അനീഷ്. അങ്ങനെ പറഞ്ഞു, ഇപ്പോൾ പുതിയ സർക്കാർ വന്നു, അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം വേണമെന്നൊക്കെ ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റിസ് ബദറുദ്ദീനാണ് കണ്ടംപ്റ്റ് എടുത്തിരിക്കുന്നത്, കണ്ടംപ്റ്റ് കേസ് നോക്കുന്നത്. ഇതൊക്കെയാണ് ബേസിക്കലി ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത് ചെയ്യുന്നില്ലെങ്കിൽ അതിനർത്ഥം ഹീസ് അഡ്ജസ്റ്റിംഗ് സംവെയർ എന്നാണ്. പലരും ഈ സമയം നമ്മൾ സമയം BD സതീശന് കൊടുക്കുമൊന്നും വേണ്ട. സമയമുണ്ട്, നമുക്കുള്ള പോലെ അങ്ങേർക്കും സമയമുണ്ട്, സമയം എടുക്കാം. ബട്ട് ഇതിൻ്റെ തുടക്കത്തിലുള്ള ഇതുപോലത്തെ വളരെ ഓബ്വിയസായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീലിങ് നമ്മൾ പഴയ UDF സർക്കാരുകളുമായിട്ട് തട്ടിച്ച് നോക്കും. പണ്ടൊക്കെ UDF സർക്കാർ എങ്ങനെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്, അതൊക്കെ തന്നെ ഇപ്പോഴും പെരുമാറും. 102 സീറ്റൊന്നും വലിയ പ്രശ്നമില്ല. 110 സീറ്റുമായിട്ട് വന്ന കരുണാകരന് ഒരു മാസത്തിനകം പറഞ്ഞു വിട്ട ആൾക്കാരാണ് കോൺഗ്രസ്സുകാർ. ഒറ്റ മാസം. അതുകൊണ്ട് 102 സീറ്റ് എനിക്ക് വലിയ കാര്യമാണ് അങ്ങനെയൊന്നും വിചാരിക്കണം. 102 കോൺഗ്രസ്സുകാർക്ക് വലിയ കാര്യമൊന്നുമല്ല. അവർ 102-ന് 110-ന് വലിച്ച് താഴെയിട്ട ആൾക്കാരാണ് വെറും ഒരു മാസം കൊണ്ട്. നോക്കണം. അതും ഹൈക്കോടതിയുടെ ചെറിയൊരു പരാമർശം വന്നു എന്ന് പറഞ്ഞു. കുറ്റക്കാരനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി ശ്രദ്ധിക്കണമായിരുന്നു എന്ന് ഹൈക്കോടതി പറഞ്ഞു. മുഖ്യമന്ത്രി അറിയാതെ ഇത് നടക്കുമോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞു. ഏത് രാജൻ കേസ്. അതോടെ കരുണാകരനെ കൊണ്ട് രാജിവെപ്പിച്ചു. അന്ന് ഞാൻ വിദ്യാർത്ഥിയായിരുന്നു കേട്ടോ. കരുണാകരൻ രാജിവെക്കണമെന്ന് പറഞ്ഞ് ജാഥ നടത്തിയ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. കാരണം ഈ സാധനം കള്ളത്തരമാണ്, രാജനെ കൊന്നതാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ കരുണാകരൻ എങ്ങനെയെങ്കിലും കരുണാകരനോട് നിതാന്തമായ ശത്രുത. കാരണം അടിയന്തരാവസ്ഥയിൽ ഞാൻ ജയിലിൽ പോയില്ലെങ്കിൽ എൻ്റെ കുടുംബാംഗങ്ങളിൽ ഒരുപാട് പേര് ജയിലിൽ പോകുകയും തല്ലുകൊള്ളുകയൊക്കെ ചെയ്ത് എനിക്കറിയാം. അപ്പോൾ അങ്ങനത്തെ ഒരു വൈരാഗ്യവും വാശിയും മനസ്സിലുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഡിസ്പാഷനേറ്റായിട്ട് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അനലൈസ് ചെയ്യുമ്പോൾ അന്ന് കോൺഗ്രസ്സുകാർ കരുണാകരൻ്റെ കൂടെ നിൽക്കണമായിരുന്നു. പകരം കോൺഗ്രസ് ഞങ്ങളുടെ കൂടെ കൂടി തുള്ളിയിട്ട് പുള്ളിയെ താഴെ ഇറക്കി. ഈ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം ആയല്ലോ. അപ്പോൾ ഇതിപ്പോൾ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരമില്ലാത്ത മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടത്. പക്ഷേ അതിലൊരു കരുത്ത് കുറവ് വരുന്നില്ലേ മുഖ്യമന്ത്രിക്ക്? ടെക്നിക്കലി ഒരു കരുത്ത് കുറവും വരേണ്ട കാര്യമില്ല. ടെക്നിക്കലി ഒന്നുമില്ല. ഇപ്പോൾ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നു, കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അച്യുതാനന്ദന് എന്ത് ശ്വാസം മുട്ടലാണ് അനുഭവപ്പെട്ടത് കോടിയേരി ആഭ്യന്തരം നോക്കുന്നതുകൊണ്ട്? ഒന്നും ഉണ്ടായില്ല. നിങ്ങൾക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല ആ കാര്യത്തിൽ. ആഭ്യന്തരം വേറൊരാൾ നോക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല.
അതല്ല നിങ്ങൾക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്, അത് മറ്റേ ആൾക്ക് അതിനോട് യോജിപ്പില്ല എങ്കിൽ രണ്ടുപേരുടെയും വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഒന്നാകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. സ്ഥാപിത താല്പര്യങ്ങൾ രമേശ് ചെന്നിത്തലയുടെയും വി ഡി സതീശൻ്റെയും താല്പര്യങ്ങൾ ഒന്നാകുന്ന സന്ദർഭങ്ങളിൽ ഒരു പ്രശ്നമില്ലാതെ പോകും. പക്ഷേ രണ്ടാകും ഒരു പോലീസുകാരനെ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. രമേശ് ചെന്നിത്തല അയാളെ ട്രാൻസ്ഫർ ചെയ്യും. വി ഡി സതീശന് പറയാനേ പറ്റുള്ളൂ. വേണമെങ്കിൽ വി ഡി സതീശന് ബോൾഡായിട്ട് ഫയൽ വിളിച്ചു വരുത്തിയിട്ട് ആ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യാം, മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ. അതൊരു കണ്ടൻഷ്യസ് ഇഷ്യൂ ആണ് കേട്ടോ. ഞാനിത് പറയുമ്പോൾ സെർവിങ് IAS തന്നെ എന്നോട് പറഞ്ഞത്, മോഹൻദാസ് ആ പറയുന്നത് ശരിയല്ല, മുഖ്യമന്ത്രിക്ക് ഏത് ഫയലും വിളിച്ചു വരുത്താൻ അധികാരമില്ല, ഇൻഡയറക്റ്റ്ലി അങ്ങേർക്ക് അത് കൊണ്ടുവന്ന് അങ്ങനെ ഒപ്പിക്കാം എന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. അതൊക്കെ സാങ്കേതികമായ ആർഗ്യുമെൻറ്റ്സാണ്. ഞാൻ അവർ പറയുന്നതിന് തള്ളിക്കളയുന്നൊന്നുമില്ല. ബട്ട് പ്രാക്ടിക്കലി ചീഫ് മിനിസ്റ്റർ ക്യാൻ അസേർട്ട് ഹിംസെൽഫ് ഓൺ ഈച്ച് ആൻഡ് എവറി ഫയൽ. അത് ചെയ്യാനുള്ള തൻ്റെ ഇടം വി ഡി സതീശൻ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിന് ഡേഞ്ചറസ് കോൺസിക്വൻസസ് ഉണ്ടാകും. രമേശ് ചെന്നിത്തല വെറുതെ ഇരിക്കുകയൊന്നുമില്ല. അങ്ങേരും ആടിയും തടയും പയറ്റുമൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആളല്ലേ. പുള്ളിക്കറിയാമല്ലോ അത്ര മനസ്സില്ലാതെയാണ് ഈ ആഭ്യന്തരം എനിക്ക് തന്നിരിക്കുന്നതെന്ന് നന്നായിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം. രമേശ് ചെന്നിത്തല ഇതൊക്കെ ചെയ്യുമെന്ന് വി ഡി സതീശനും അറിയാം. ചുരുക്കി പറഞ്ഞാൽ ഈ പിണറായി വിജയൻ പറഞ്ഞില്ലേ, ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ നടന്നു പോയി, അങ്ങനത്തെ ഒരു നടപ്പാണ് വി ഡി സതീശൻ ഇപ്പോൾ നടക്കുന്നത്.